ഇന്ന് മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡും അതുപോലെ തന്നെ ബ്ലാക്ക് കുങ്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് വളച്ച് ലോക്കാക്കി എടുക്കാം കേട്ടോ. ആദ്യം നമുക്കിതിൽ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് കുങ്കുരുവാണ് കോർത്ത് കൊടുക്കുന്നത്. അത് ഒരു 6 എണ്ണമാണ് കോർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇനി വീണ്ടും ബ്ലാക്ക് ബീഡ് കോർത്ത് കൊടുക്കാം. അത് ആദ്യം 5 എണ്ണമാണ് കോർത്തത്, ഇനി 4 എണ്ണമാണ് കോർക്കുന്നത് കേട്ടോ. ഇനി വീണ്ടും ഒരു 6 കുങ്കുരു കോർത്ത് കൊടുക്കാം. 6 എണ്ണം കോർത്തുണ്ട് കേട്ടോ. ഇനി വീണ്ടും 4 ക്രിസ്റ്റൽ ബീഡ് തന്നെയാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഇത് മുഴുവനായിട്ട് കോർത്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് ഭാഗം മാത്രം നമുക്ക് ആദ്യം കോർത്ത പോലെ 5 എണ്ണം കോർക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡും വളച്ച് ലോക്ക് ചെയ്ത് എടുക്കാം. ഇതിലേക്കൊരു ഹാങ്ങിങ് ഉണ്ടാക്കാം കേട്ടോ. ഒരെണ്ണമല്ല 2 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ക്രിസ്റ്റൽ ബീഡ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹെഡ് പിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹെഡ് പിന്നിലേക്ക് ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 4 ബ്ലാക്ക് കുങ്കുരുവാണ് കോർക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ഒരു ചെയിൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വളച്ചിട്ട് ഒരു ഹുക്ക് പോലെയാക്കി എടുക്കാം. ചെയിൻ കടത്തി കൊടുക്കാം. അങ്ങനെ 2 ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് നമ്മുടെ ജംറിങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു സൈഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലും ചെയ്യാം കേട്ടോ. അടുത്ത സൈഡിൽ നമ്മളൊരു ഹുക്കും കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മെമ്മറി വയറിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കലോടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്.
ഇതൊരു ചെറിയ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.